പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ യൂട്യൂബിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയും അതിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചുമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാൻഡ്വിച്ചും ഡാൽഗോണ കോഫിയും ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് എൻ്റെ കുഞ്ഞു കറിവേപ്പില മരത്തിൽ നിന്ന് ഞാൻ ഒരു ചെറിയ 2-3 ഇതൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു വലിയ ഉള്ളി വെട്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുറച്ച് കാബേജും അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് കുട്ടികളൊക്കെ ഉള്ളവർ ചേർക്കണമെന്നില്ല. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത കറിവേപ്പില അതിൻ്റെ ഇല മാത്രം ഊരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എത്ര മാവ് നമുക്കുണ്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. 2 കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശരിക്കും കൂട്ട് നന്നായി ജോയിന്റ് ആയിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പരന്ന് കിടക്കുന്ന രീതിയിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ട് അതിലേക്ക് ഇതുപോലെ ഇട്ട് ജസ്റ്റ് തവി കൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ഇതിലും ചെറുതാക്കിയും ചുട്ടെടുക്കാം. ഞാൻ ബ്രെഡിൽ വെക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. വളരെ കുഞ്ഞിയായിട്ടും വളരെ വലുതായിട്ടൊക്കെ നമുക്കിത് പരത്തി പൊരിച്ചെടുക്കാൻ പറ്റും. ഏകദേശം ഒരു ഭാഗത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 വശവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ എടുത്ത് കോരി വെക്കാം. ഈ പൊരിച്ചെടുത്ത പാനിലേക്ക് നമ്മൾ മുട്ടയിൽ മുക്കിയ ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്തത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മളത് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ കുറച്ച് മയോനൈസ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ. മയോനൈസൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബ്രെഡ് എടുത്ത് ഇതുപോലെ മുട്ടയിൽ മുക്കിയ ശേഷം അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു അല്പനേരം കഴിഞ്ഞ് നമുക്ക് മറിച്ച് ഇട്ട് വേവിച്ച് കൊടുക്കാം. ഇനി ആ ഒരു ഭാഗം കൂടെ നന്നായി നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ശരിക്കും 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നീളത്തിലോ ത്രികോണത്തിലോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മുട്ടയും വെജിറ്റബിളൊക്കെ ചേർന്നിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാൽഗോണ കോഫി ഉണ്ടാക്കാം. അതിനിവിടെ ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാരയും 3 ടീസ്പൂൺ കോഫി പൗഡറും എടുത്ത് അല്പം തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ സമയം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാതെ ഇതുണ്ടാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എൻ്റെ ഒരു
തോന്നൽ. കാരണം ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല സമയം നമ്മളിത് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്രീമിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ക്രീം വല്ലാതെ തിക്കാവുകയാണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ ലൈറ്റ് കളറായിട്ട് ഇത് വീണ്ടും നന്നായി ക്രീമിയായി മാറും. നല്ല ഉഷാറായിട്ട് നല്ല ക്രീമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെർവ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഡൽഗോണ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ചൂടുള്ള പാൽ വേണവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ അതിന് മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ തരംഗമായ ഡാൽഗോണ കോഫിയും എഗ്ഗും വെജിറ്റബിളും ചേർത്തുണ്ടാക്കിയ സാൻഡ്വിച്ചും നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.